ഇന്ന് 6-ാം തീയതി 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 6-ാം തീയതി മലയാളക്കര മുഴുവൻ കരഞ്ഞ ഒരു ദിവസമാണ്. പ്രിയങ്കരനായ കലാഭവൻ മണി എന്ന മണികിലുക്കമില്ലാതായിട്ട് ഇന്നേക്ക് 10 വർഷം തികയാണ്. ഞാൻ അദ്ദേഹമായിട്ട് വളരെ കുറച്ച് സിനിമയിലെ അഭിനയിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാടിപ്പോവാത്ത ഒരു സിനിമാടന്മാരിൽ ഒരാളായിരിക്കും ഞാൻ. പക്ഷെങ്കിലും ഞാൻ കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അളന്നത്, അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങിയത് അട്ടപ്പാടിയിൽ അദ്ദേഹം ആദിവാസികൾക്കെല്ലാം ഒരു ഓണസദ്യ കൊടുത്തു. അതിനെന്നെ ക്ഷണിച്ചിരുന്നു, ഞാൻ പോയിരുന്നു. അവസാനം എല്ലാവർക്കും ഓണക്കോടിയും സദ്യയും കൊടുത്തപ്പോൾ ഒരു ആദിവാസി അദ്ദേഹം മാത്രം ഓണക്കോടി ഇടാതെ നിൽക്കണം. അപ്പം മണി അദ്ദേഹം ചോദിച്ചു, എന്തുപറ്റി, ഓണക്കോടിയൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വന്നാണോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു പുള്ളിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. തൽക്ഷണം അദ്ദേഹം മണിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ ഉടുപ്പും മുണ്ടും ആ ആദിവാസി അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഉടുപ്പും മുണ്ടും വാങ്ങി ഇദ്ദേഹം ധരിച്ചതിന് ശേഷം വേദിയിൽ വീണ്ടും പാട്ടുപാടാനും ആടാനും ഒക്കെ തുടങ്ങി. അവസാനം എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകാൻ നേരത്ത് അദ്ദേഹത്തിന്റെ ജഗ്വാർ കാറിനകത്ത് നീ ഇതിനകത്ത് കയറിക്കുന്ന, ഞാൻ അവിടെ ചാലക്കുടി വിട്ടുതരാം, പിന്നെ അവിടെ നിന്ന് പോയപ്പോൾ എന്ന് ചോദിച്ചു. എന്റെ വണ്ടി പുറകെയും വന്നു. ആ സമയത്ത് വണ്ടിക്കകത്തൊരു മണം. ആ മണം ഇങ്ങനെ അദ്ദേഹം മണം പിടിച്ച് അവസാനം അദ്ദേഹത്തിന്റെ മണത്തിന്റെ ഉറവിടം കണ്ടെത്തി. തന്റെ ഉടുപ്പും മുണ്ടിൽ നിന്നാണ് ആ മണം വരുന്നത്. ആ മണം, ആ ഉടുപ്പിങ്ങനെ കൂട്ടിപ്പിടിച്ച് അദ്ദേഹം മൂക്കിലോട്ട് വെച്ചിട്ട് ആ മണം ഇങ്ങനെ ശക്തമായി എടുത്തിട്ട് അദ്ദേഹം നിഷ്കളങ്കമായി പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെട്ടു പോയൊരു വാചകം. അനൂപേ, എന്റെ അച്ഛന്റെ മണമെന്ന്. അധ്വാനിക്കുന്ന മണ്ണി പണിയെടുക്കുന്ന ഒരു ആദിവാസിയുടെ വിയർപ്പിന്റെ ഗന്ധത്തിന് എന്റെ അച്ഛന്റെ ഗന്ധമാണ് എന്ന് തിരിച്ചറിയാനുള്ള ആ മനുഷ്യന്റെ ശേഷിയാണ് മണിയെ മലയാളക്കരയുടെ മണികിലുക്കമാക്കി മാറ്റിയത്. ഏറെ വേദനയോടെ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആദരാഞ്ജലി.